ശരി, റാഹിസ് റഷീദ് കൂടി വിവരങ്ങളുമായുണ്ടൊപ്പം ടി വി പ്രസാദും. ആദ്യം ടി വി പ്രസാദിലേക്കാണ് നമ്മൾ പോകുന്നത്. ടി വി പ്രസാദ്, പല മണ്ഡലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് തിരിമറി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായി. അതിനെയൊക്കെ പാർട്ടി ആഭ്യന്തര അന്വേഷണം നടത്തി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പോഴാണ് PC ജോർജിന്റെ ഈ വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അത് ഇതിനകം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മധു, ഇതിലുള്ളൊരു പ്രശ്നം വന്ന ഫണ്ട് മറിച്ചോ തിരിച്ചോ എന്നതിലുപരിയായി ഇതിലുള്ള ഒരു ഭീകരമായ കണക്കിലേക്ക് വന്നാൽ 32 A ക്ലാസ് മണ്ഡലങ്ങളിൽ കൊടുത്തിരിക്കുന്നത് 4.5 കോടി രൂപയാണ് എന്ന കണക്ക് വന്നു. ദേശീയ സമിതി അംഗമായ PC ജോർജിന് സ്പെഷ്യലായിട്ടാണ് അത് ആ A ക്ലാസ് മണ്ഡലം അല്ലെങ്കിൽ പോലും 4.5 കോടി രൂപ അവിടെ കൊടുത്തു എന്നതാണ്. അങ്ങനെ വരുമ്പോൾ മാധു 32 നിയമസഭാ മണ്ഡലങ്ങൾക്ക് BJP കേന്ദ്ര നേതൃത്വം ആകെ കൊടുത്തത് 144 കോടി രൂപ. തീർന്നില്ലല്ലോ. ആകെയുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ബാക്കി 102 നിയമസഭാ മണ്ഡലങ്ങളിൽ 2.5 കോടി രൂപ വീതം കൊടുത്തു എന്നാണ് കണക്ക്. അത് 270 കൂട്ടണം 144, 414 കോടി രൂപ കേന്ദ്രം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ശരാശരി കണക്ക്. BJPയിലെ ഇക്കൊല്ലത്തെ ഇലക്ഷന്, അതായത് 414 കോടി രൂപ. ആ 414 കോടി രൂപയിൽ PC ജോർജിന്റെ മണ്ഡലത്തിലേക്ക് വന്ന 4.5 കോടി രൂപയിലാണ് അട്ടിമറി ആരോപണം ഉണ്ടായിരിക്കുന്നത്. ഇതിലുള്ള ഒരു പ്രശ്നം BJP സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും മറുപടി പറയേണ്ടത് മാധു, കേരളത്തിൽ എങ്ങനെയാണ് ഇത്ര വലിയ തുക ചെലവഴിക്കാൻ BJPക്ക് കഴിയുന്നത് എന്നുള്ളതാണ്. നമ്മൾ പ്രധാനമായും ഊന്നേണ്ടത് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കഴിയുന്ന പരമാവധി തുക 40 ലക്ഷം രൂപയാണ്. അതിന്റെ 10 മടങ്ങ് തുക 4.5 കോടി രൂപ എങ്ങനെയാണ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ കൊടുക്കുന്നത്? ഈ തുക പിന്നീട് കള്ളക്കണക്കുണ്ടാക്കി സ്ഥാനാർത്ഥിയുടെ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ കുഴപ്പം. അതായത് PC ജോർജിനെ പോലെയുള്ള ഒരാൾ പാർട്ടി യോഗത്തിൽ നടത്തിയ പ്രസംഗം പുറത്തു വന്നതോടുകൂടിയാണ് ഇത് തെളിവുകൾ സഹിതം നമുക്ക് പറയാൻ കഴിയുന്നത്. 414 കോടി രൂപ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായി മാത്രം ഇവിടെ കൊണ്ടുകൊടുത്തു എന്നുള്ളതാണ്. അത് കൂടാതെ സ്ഥാനാർത്ഥികൾ പിരിക്കുന്ന തുകയുണ്ട്, പാർട്ടി തുക പിരിക്കുന്ന തുകയുണ്ട്. ഇതെല്ലാം കൂടി എത്ര കോടിയുടെ ചെലവായിരിക്കും ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ കാണുന്നത്. ഉറപ്പായും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്ക് പരാതിയായി വന്നാൽ അവർക്ക് അന്വേഷിക്കേണ്ടി വരും. കോടികളുടെ കളിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത്. മറുഭാഗത്ത് അതിൽ വലിയ തട്ടിപ്പും അട്ടിമറികളും വേറെയും. അതും ഓക്കെ, റാഹിസ് റഷീദ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റാഹിസ, ഓരോ ബൂത്തിനും ചിലവിന് വേണ്ടി 31,000 രൂപ നൽകണമെന്നുള്ളതായിരുന്നു പാർട്ടി തീരുമാനം. PC ജോർജ് ഇപ്പോൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ നമ്മളോടടക്കം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആ എരുമേലിയിൽ ചെന്നപ്പോൾ ചില ആളുകൾ ചില കണക്കുകൾ കാണിച്ചതാണ് എന്നും പറയുന്നുണ്ട്. പക്ഷെ ഈ ബൂത്തിൽ ഓരോരുത്തരെയും ഞാൻ വിളിച്ചു. ആ 31,000 രൂപ എന്തു ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കേണ്ടവനെ വിളിച്ചപ്പോൾ അത് മറന്നുപോയി എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്. ആരെങ്കിലും ഒരു കണക്ക്, ഞാനിപ്പോൾ ഒരു കണക്ക് കണ്ടു എന്നല്ല അദ്ദേഹം നമ്മൾ നൽകുന്ന വാർത്തയിലടക്കം പറയുന്നത്. അദ്ദേഹം പിന്നീട് പാർട്ടിക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം നമ്മളോടും ആവർത്തിക്കുകയാണ്. എന്നതിനപ്പുറത്ത് ഞാൻ വിളിച്ചു, പണത്തെക്കുറിച്ച് ചോദിച്ചു, അവരത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു, കൊടുക്കേണ്ട ആളെ വിളിച്ചു, അപ്പോൾ അത് അദ്ദേഹം നിരസിച്ചു, കൊടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മധു, പാർട്ടി നേതൃത്വത്തെ ഈ പ്രസംഗത്തിന്റെ പേരിൽ പ്രതിക്കൂട്ടിലാക്കാതിരിക്കാനുള്ള ഒരു മറുപടി മാത്രമാണ് PC ജോർജ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. PC ജോർജുമായി ബന്ധപ്പെട്ട ഈ പ്രസംഗം മറ്റൊരാൾ പറഞ്ഞതല്ല നമ്മൾ കേൾപ്പിച്ചത്. PC ജോർജ് തന്നെ പറയുന്ന അതിന്റെ വീഡിയോ സഹിതമാണ് നമ്മൾ പുറത്തേക്ക് വിട്ടത്. അതിൽ PC ജോർജ് കൃത്യമായി പറയുന്നുണ്ട്, സജിയോട് തെരഞ്ഞെടുപ്പ് ഫണ്ട് അതിന്റെ കണക്ക് ചോദിച്ചു. ആ കണക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ സജി എനിക്ക് കൊണ്ട് തന്നു. സജിയോട് PC ജോർജ് ചോദിച്ചു, PC ജോർജിനെ സജി കൊണ്ട് കൊടുത്തു. ഇടനിലക്ക് ആരുമില്ല. PC ജോർജിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. PC ജോർജിന്റെ പ്രസംഗത്തിൽ പറയുന്നത് വിശ്വസിക്കുകയാണെങ്കിൽ. അതിനുശേഷം ആ PC ജോർജ് അതിൽ സജി പറയുന്ന ചില ആളുകളെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അവർക്കാർക്കും ഇതേക്കുറിച്ച് ഒരറിവുമില്ല എന്ന് പറയുന്നതും PC ജോർജ് തന്നെയാണ്. ഞാൻ അങ്ങേ കണക്ക് കാണിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് എന്നെ അവിടെയുള്ളവർ കാണിച്ചതാണ് എന്ന്. PC ജോർജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് മാറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ ആ വാർത്തയിൽ തന്നെ നേരത്തെ റാഹിസ് ചൂണ്ടിക്കാണിച്ചതുപോലെ സജി കൃത്യമായ കണക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ അതിലുള്ള ആളുകളെ വിളിച്ചപ്പോൾ അവർക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞു, പിന്നീട് മറന്നുപോയി എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്.
അതാണ് പി സി ജോർജ് പാർട്ടിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സ്വാഭാവികമായും പി സി ജോർജിന്റെ രാഷ്ട്രീയം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. അത് ബി ജെ പിയിലാണ്. ഇനി ബി ജെ പിക്കകത്ത് മറ്റു പാർട്ടികളിൽ നിന്നപ്പോൾ, മുന്നണികളിൽ നിന്നപ്പോൾ ഉണ്ടാക്കിയതുപോലുള്ള പൊല്ലാപ്പ് ഉണ്ടാക്കേണ്ട എന്ന് വെച്ചിട്ടായിരിക്കും പി സി ജോർജ് സംസാരിച്ചത്. എനിക്കും മാധുവിനുമെല്ലാം വർഷങ്ങളായി പി സി ജോർജിനെ അറിയാം. ഇങ്ങനെ പ്രസംഗിക്കുന്ന, അതായത് എന്നെ പോലുള്ള ഒരാളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് ഒരു അപേക്ഷ രീതിയിൽ പ്രസംഗിക്കുന്ന ഒരു പി സി ജോർജ് നമ്മൾ ഈ വിഷയത്തിൽ ഫോണിൽ വിളിക്കുമ്പോൾ ഏറ്റവും അവസാനം കുറച്ച് പി സി ജോർജിന്റെ സ്റ്റൈലിലേക്ക് വരാൻ നോക്കിയെങ്കിൽ പോലും ഇത്ര മാന്യമായി സംസാരിക്കുന്ന ഒരു പി സി ജോർജിനെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പി സി ജോർജ് സാധാരണഗതിയിൽ ഇത് അഡ്മിറ്റ് ചെയ്യുകയൊന്നും ആയിരിക്കില്ല ചെയ്യുക. വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അലമ്പുണ്ടാക്കിയിട്ട് പോകുന്ന പി സി ജോർജാണ് നമുക്ക് മുമ്പിലുള്ളത്. പക്ഷേ പി സി ജോർജ് വളരെ മാന്യമായി ഇതിങ്ങനെ സംഭവിച്ചതാണ് എന്ന് പറയുന്നത്. ഈ പ്രസംഗം കൊണ്ട് രണ്ട് തരത്തിലുള്ള അപകടമുണ്ട്. ഒന്ന്, പാർട്ടി പ്രതിക്കൂട്ടിലാകും. ഫണ്ട് തട്ടിപ്പ് വിവാദം വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന സമയമാണ്. മറ്റൊന്ന്, ഇത് അംഗീകരിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിടി വീഴും എന്ന കാര്യം ഉറപ്പാണ്. അംഗീകരിച്ചില്ലെങ്കിൽ പോലും എതിർ സ്ഥാനാർത്ഥിയായ സെബാസ്റ്റ്യൻ കുളത്തിങ്കലോ അഡ്വക്കേറ്റ് സജി മറ്റോ പരാതി കൊടുത്താൽ പോലും നടപടി ഉണ്ടാക്കേണ്ട ഒരു കാര്യം. വലിയ പണമൊഴുക്കുണ്ടായി എന്ന് വ്യക്തമാക്കുന്ന, പണമൊഴുക്കുന്നല്ല പണച്ചിലവ് കണക്കിൽ ഉണ്ട്, പക്ഷെ അത് ആളുകളിലേക്കോ പ്രവർത്തനത്തിനോ എത്തിയില്ല. അത് മറ്റു ചിലർ ഇടനില നിന്ന് തട്ടിയെടുത്തു എന്ന ആരോപണമാണ് ബി ജെ പിയുടെ യോഗത്തിൽ പി സി ജോർജ് ഉന്നയിച്ചത്. പക്ഷേ പാർട്ടി പിന്നീട് അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം ചോദിക്കുകയും അത് തന്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് പി സി ജോർജ് പാർട്ടിയോട് പറയുകയും ചെയ്തു. പക്ഷെ നമ്മൾ പുറത്തുവിട്ട ഓഡിയോയിലല്ല, ആ ദൃശ്യങ്ങളിൽ പി സി ജോർജ് യോഗത്തിലിരുന്ന് ബി ജെ പി നേതാക്കൾക്ക് മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, ഞാൻ കണക്ക് ചോദിച്ചു, 3 ദിവസങ്ങൾക്ക് ശേഷം ആ കണക്ക് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ഈ സജി കുരിക്കാട്ട് എന്ന് പറയുന്നയാൾ എന്റെ മുന്നിൽ കണക്ക് കൊണ്ടുവന്ന് തന്നു. അതിൽ ഈ 4.5 കോടിയുടെ കണക്കുണ്ട്. ഞാൻ വിളിച്ച ആളുകളൊന്നും ആ പണം കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്ന് അതേ പി സി ജോർജ് പിന്നീട് നമ്മളോട് പറഞ്ഞു, അദ്ദേഹത്തെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അവർ കാണിച്ചപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി എന്നത്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇത് കാണിച്ചത്? ദൃശ്യങ്ങളിൽ ബി ജെ പി യോഗത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നത് സജി കുരിക്കാട്ട് കണക്ക് തന്നു എന്നുള്ളതാണ്. പക്ഷേ എരുമേലിയിൽ എത്തിയപ്പോൾ ചിലർ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്കും നമ്മളോടുമൊക്കെ പറയുന്ന വിശദീകരണം.